എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കൊല്ലം ആലപ്പാട് നിന്നും കാണാതായിട്ടുള്ള ഐശ്വര്യ എന്ന പെൺകുട്ടിയെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിനകത്ത് നിന്നും കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഗേറ്റ് കടന്നു വരുന്ന ആ ഭാഗത്താണ്. ഈ ഐശ്വര്യ എന്ന് പറയുന്ന കുട്ടി നവംബർ 18-ാം തീയതി 11 മണി മുതൽ കാണാതായി എന്നാണ് കരുനാഗപ്പള്ളി പോലീസ് അവരുടെ ബന്ധുക്കൾ നൽകിയിട്ടുള്ള പരാതി. ഈ കുട്ടി കാണാതാകുന്നതിൻ്റെ തലേ ദിവസം ഓൺലൈൻ ഗെയിം കളിച്ചതിൻ്റെ പേരിൽ അമ്മയുമായി വഴക്കിട്ട് അമ്മ വഴക്ക് പറഞ്ഞതിൻ്റെ മാനസിക വിഷമത്തിൽ ഈ കുട്ടി വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു. ഒരു സ്കൂട്ടറിൽ ലിഫ്റ്റ് ചോദിച്ചു വന്ന ഈ കുട്ടി റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയിരുന്നു. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃശ്ശൂർ എത്തുകയും തൃശ്ശൂരിൽ നിന്നാണ് ഇവിടെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ എത്തിയത്. തുടർന്ന് വിവരങ്ങൾ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് കൊരട്ടി SHO അമൃതരംഗൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇവിടെ എത്തുകയും കുട്ടിയെ കണ്ടെത്തുകയും അവരെ ബന്ധുക്കൾക്ക് കൈമാറുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴത്തെ കുട്ടികൾ വല്ലാത്ത അസ്വസ്ഥതയിലും ടെൻഷനിലുമാണ് മുന്നോട്ട് പോകുന്നത്. പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലാണ് കടന്നു പോകുന്നത്. ചെറിയ ചില വഴക്കുകളുടെ പേരിൽ അവർ വീട് വിട്ടിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്നൊരു മാനസിക വിഷമത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. എന്തായാലും കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്ന ഒരു സന്തോഷ വാർത്ത കൂടിയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്.